ലോകത്ത് മരുന്നില്ല എന്ന് പറയുന്ന ഒരു രോഗമാണ് ക്യാൻസർ. നമുക്കതിനെ ചില മാർഗങ്ങളിലൂടെ അല്പം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും എന്ന് മാത്രം. പൂർണ്ണമായി ഭേദമാക്കാൻ ഇതുവരെ ഒരു മരുന്ന് രൂപപ്പെട്ട് വന്നിട്ടില്ല. വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് പിടിതരാത്തതായി അങ്ങനെ അനവധി രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ക്യാൻസർ. ഒരുപക്ഷെ ലോകത്തിലെ മനുഷ്യർക്ക് ഇത്രയും ഭീഷണിയായ മറ്റൊരു രോഗമുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ എല്ലാവർക്കും ആശ്വസിക്കാവുന്ന ഒരു വാർത്ത പുറത്തു വന്നത് റഷ്യയുടെ ക്യാൻസർ വാക്സിൻ ഉപയോഗത്തിന് തയ്യാറായി എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ? ഇത്രയും നാൾ വൈദ്യശാസ്ത്രത്തിന് പിടികൊടുക്കാതെ മുന്നോട്ട് പോയ ക്യാൻസറിനെ മെരുക്കാൻ റഷ്യയുടെ ഈ വാക്സിന് കഴിയുമോ? അല്ലെങ്കിൽ ഈ ക്യാൻസർ എന്ന വൃത്തികെട്ട മാരകമായ രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ വാക്സിനെ കൊണ്ട് സാധിക്കുമോ? റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ mRNA അധിഷ്ഠിത ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 100% ഫലപ്രാപ്തി കാണിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എൻഡ്രോമിക്സ് എന്നറിയപ്പെടുന്ന ഈ വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് മുമ്പ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അന്തിമ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ ഒരു സാധ്യതയുള്ള വഴിത്തിരിവ് എന്ന് തന്നെ ഈ മുന്നേറ്റത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. സുരക്ഷിതമാണ് എന്ന് മാത്രമല്ല, ആദ്യകാല പഠനങ്ങളിൽ ശ്രദ്ധേയമായ ട്യൂമർ പ്രതിരോധ ശേഷി കാണിച്ചിട്ടുള്ള ഒരു വാക്സിൻ റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എൻഡ്രോമിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാക്സിൻ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 100% ഫലപ്രാപ്തി കൈവരിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി മേധാവി വെറോണിക്ക കോട്സോവ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ ഈ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തി. വാക്സിൻ ഇപ്പോൾ റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അവർ പറയുന്നു. കൂടുതൽ പരിശോധനകളിൽ ഫലങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നായ ഇതിനെ ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഈ വാക്സിൻ ഒരു നാടകീയമായ മാറ്റത്തിന് വഴിയൊരുക്കും. റഷ്യയുടെ പുതിയ ക്യാൻസർ വാക്സിൻ mRNA സാങ്കേതിക വിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചില COVID-19 വാക്സിനുകൾക്ക് പിന്നിലെ അതേ ശാസ്ത്രം തന്നെയാണ് ഇത്. പരമ്പരാഗത വാക്സിനുകൾ പോലെ ദുർബലമായതോ നിർജീവമായതോ ആയ വൈറസുകൾ ഉപയോഗിക്കുന്നതിന് പകരം mRNA വാക്സിനുകൾ ഒരു കൂട്ടം ജനിതക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ നിർദ്ദേശങ്ങൾ ശരീരകോശങ്ങളെ ഒരു പ്രത്യേക ആന്റിജൻ ഉൽപ്പാദിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. രോഗപ്രതിരോധ സംവിധാനത്തിന് ഒരു ഭീഷണിയായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രോട്ടീൻ രോഗപ്രതിരോധ സംവിധാനം ആ ആന്റിജനെ തിരിച്ചറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കാൻ ആന്റിബോഡികൾ നിർമ്മിക്കാൻ അതിന് കഴിയും. ക്യാൻസർ ചികിത്സയിൽ ഈ ആന്റിജനുകൾ ട്യൂമർ കോശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. രോഗപ്രതിരോധ സംവിധാനത്തിന് ഒരിക്കൽ പരിശീലനം ലഭിച്ചാൽ ആരോഗ്യകരമായ കോശങ്ങളെ സ്പർശിക്കാതെ തന്നെ ആ ക്യാൻസർ കോശങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നശിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് കീമോതെറാപ്പിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്നു. COVID-19 വാക്സിനുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എൻഡ്രോമിക്സ് വികസിപ്പിച്ചെടുത്തത്. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഇല്ലാതാക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ പോലെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ വാക്സിൻ ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മെഡ്പാത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് എൻഡ്രോമിക്സ് ക്യാൻസർ മുഴകളെ ആക്രമിച്ച് നശിപ്പിക്കാൻ 4 നിരുപദ്രവകരമായ വൈറസുകളെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ക്യാൻസറിനെതിരെ പോരാടുന്നതിനായി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച മന്ദഗതിയിലാക്കാനും ചില സന്ദർഭങ്ങളിൽ പൂർണ്ണമായും നശിപ്പിക്കാനും ഇത് ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. UK-യിൽ mRNA ക്യാൻസർ വാക്സിൻ പരീക്ഷണങ്ങൾ നടത്തുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റൽസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റായ പ്രൊഫസർ സിയോമിങ് ലീ ദ ഗാർഡിയനോട് വിശദീകരിച്ചു. ശ്വാസകോശ അർബുദ ചികിത്സയെക്കുറിച്ച് പഠിക്കുന്നതിനായി mRNA അടിസ്ഥാനമാക്കിയുള്ള ഇമ്മ്യൂണോതെറാപ്പി ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ വളരെ ആവേശകരമായ ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. ഈ സാങ്കേതികവിദ്യ ക്യാൻസർ ചികിത്സയുടെ അടുത്ത ഘട്ടത്തിലെ വലിയ നേട്ടമായി കരുതപ്പെടുന്നു. ഇത് വിതരണം ചെയ്യുന്നത് വളരെ ലളിതമാണ്. കൂടാതെ നിങ്ങൾക്ക് ക്യാൻസർ കോശത്തിലെ നിർദ്ദിഷ്ട ആന്റിജനുകൾ തിരഞ്ഞെടുക്കാനും തുടർന്നവയെ ലക്ഷ്യം വയ്ക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികവിദ്യ ക്യാൻസർ ചികിത്സയുടെ അടുത്ത വലിയ ഘട്ടമാണ്. ആരോഗ്യമുള്ള ആളുകളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന വാക്സിനുകളിൽ നിന്ന് വ്യത്യസ്തമായി mRNA ക്യാൻസർ വാക്സിനുകൾ ഇതിനകം തന്നെ ക്യാൻസറുമായി ജീവിക്കുന്ന രോഗികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്.
ചെന്നൈയിലെ WIAയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറും സർജിക്കൽ ഓങ്കോളജി മേധാവിയുമായ ഡോക്ടർ അരവിന്ദ് കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ മറ്റു വാക്സിനുകൾ പോലെ രോഗം തടയുന്നതിനായി ആരോഗ്യമുള്ള രോഗികൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ള വാക്സിൻ അല്ല ഈ mRNA ക്യാൻസർ വാക്സിനുകൾ. ഇതിനകം ക്യാൻസർ ബാധിച്ച രോഗികളിൽ ട്യൂമറുകൾ ലക്ഷ്യമാക്കി ചികിത്സിക്കുന്നതിനായി അവ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സവിശേഷ നേട്ടം ഈ ക്യാൻസറുകൾ വ്യക്തിഗതമാക്കാൻ കഴിയും എന്നതാണ്. ഓരോ രോഗിയുടെയും വാക്സിൻ അവരുടെ ട്യൂമറിലെ പ്രത്യേക ആൻറ്റിജനുകളിലേക്ക് ഇഷ്ടാനുസൃതമാക്കാൻ കഴിയും. അതായത് ഒരൊറ്റ ആൻറ്റിജനായ കൊറോണ വൈറസ് സ്പൈക്ക് പ്രോട്ടീനെ ലക്ഷ്യം വെച്ചിട്ടുള്ള COVID-19 വാക്സിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിലധികം ട്യൂമർ ആൻറ്റിജനുകളെ ഒരേ സമയം ആക്രമിക്കാൻ ക്യാൻസർ വാക്സിനുകൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. ഇത് എത്രത്തോളം ഫലപ്രദമാണ്? 3 വർഷത്തെ പ്രീ ക്ലിനിക്കൽ പരിശോധന ഉൾപ്പെടെ വർഷങ്ങളുടെ ഗവേഷണത്തിലൂടെയാണ് ക്യാൻസർ വാക്സിൻ കടന്നുപോയതെന്ന് വെറോണിക്ക സ്കോട്ട്സോവ പറഞ്ഞതായി ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു. ആവർത്തിച്ചിട്ടുള്ള ഡോസുകൾ നൽകിയാലും വാക്സിൻ സുരക്ഷിതമാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ക്യാൻസർ തരം അനുസരിച്ച് ട്യൂമറുകൾ ചുരുങ്ങാനോ അവയുടെ വളർച്ച 60% മുതൽ 80% വരെ മന്ദഗതിയിലാക്കാനോ ഈ വാക്സിൻ സഹായിക്കുന്നു. പരീക്ഷണ വിജയങ്ങളിൽ മെച്ചപ്പെട്ട അതിജീവന നിരക്കും ഗവേഷകർ റിപ്പോർട്ട് ചെയ്യുന്നു. വാക്സിനിലെ പ്രാരംഭ ശ്രദ്ധ കൊളാട്രൽ ക്യാൻസറിലാണ്, അതായത് വൻകുടലിലെ ക്യാൻസർ. എന്നാൽ അതിവേഗം വളരുന്ന ബ്രെയിൻ ട്യൂമറായ ഗ്ലിയോബ്ലാസ്റ്റോമ, കണ്ണിനെ ബാധിക്കുന്ന ഒക്കുലാർ മെലനോമ പോലുള്ള മെലനോമയുടെ നിരവധി രൂപങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് വളരെ ഗുരുതരമായ ക്യാൻസറുകൾക്കായും ഗവേഷണം പുരോഗമിക്കുന്നു. ആദ്യകാല പരീക്ഷണങ്ങളിൽ 48 വോളണ്ടിയർമാരാണ് ഉൾപ്പെട്ടിരുന്നത്. റഷ്യയിലെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെൻറ്റർ, എംഗർഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലാർ ബയോളജിയുമായി സഹകരിച്ച് നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു അവ. 1-ാം ഘട്ടത്തിലെ ഫലങ്ങൾ പ്രോത്സാഹനജനകമാണെങ്കിലും കൂടുതൽ വിശാലമായ രോഗി ഗ്രൂപ്പുകളിൽ വാക്സിൻ ഫലപ്രദമായി പ്രവർത്തിക്കുമോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഇനിയും വലിയ 2-ാം ഘട്ട 3-ാം ഘട്ട പരീക്ഷണങ്ങൾ ആവശ്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന 10ാമത് ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിലാണ് ഈ മുന്നേറ്റത്തിൻ്റെ പ്രഖ്യാപനം നടന്നത്. 75-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 8400-ലധികം പേർ പങ്കെടുത്ത ഒരു പരിപാടിയിലായിരുന്നു ഇതെന്ന് ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ക്യാൻസർ വാക്സിനുകൾക്കായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമല്ല. 2023-ൽ UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോഎൻടെക്കുമായി സഹകരിച്ച് ക്യാൻസർ വാക്സിൻ ലോഞ്ച് പാഡ് ആരംഭിച്ചു. ക്യാൻസർ ചികിത്സയുടെ ഒരു രൂപമായി ക്യാൻസർ വാക്സിനുകളുടെ വികസനം ത്വരിതപ്പെടുത്തുക എന്നിവയാണ് അതിൻ്റെ ലക്ഷ്യം. US-ൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ ഒരു ക്യാൻസർ വാക്സിൻ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. സിപ്പുലെയൂസൽടി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് 2010-ൽ ഇത് അംഗീകരിച്ചു. രോഗിയുടെ രോഗപ്രതിരോധ കോശങ്ങൾ ശേഖരിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോശങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനായി അവയെ സമ്പർക്കത്തിൽ വരുത്തുകയും തുടർന്ന് രോഗിക്ക് വീണ്ടും ഈ കോശങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ വ്യക്തിഗത വാക്സിൻ. നൂതനമാണെങ്കിലും ഇത് ഏകദേശം 4 മാസത്തേക്ക് മാത്രമേ അതിജീവനം വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ANCയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അഭിഷേക് ശങ്കർ ദ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു, ലോകമെമ്പാടുമുള്ള നിരവധി ടീമുകൾ വ്യത്യസ്ത ക്യാൻസറുകൾക്കായുള്ള വാക്സിനുകൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും വിജയിച്ചിട്ടില്ല. ഒരു ക്യാൻസർ വാക്സിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചികിത്സയിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. ഒരു പുതിയ ഉൽപ്പന്നം അംഗീകരിക്കുമ്പോഴെല്ലാം ചിലവ് വളരെ ഉയർന്നതായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ മതിയായ അതിജീവന നിരക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. രോഗികൾക്ക് സുഖം പ്രാപിക്കുമോ, അവർക്ക് വർഷങ്ങളോളം ജീവിക്കാൻ കഴിയുമോ എന്ന് കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെന്നൈയിലെ WIAയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ അരവിന്ദ് കൃഷ്ണമൂർത്തിയുടെ അഭിപ്രായത്തിൽ നിലവിൽ ലോകമെമ്പാടും 120-ലധികം ക്യാൻസർ വാക്സിനുകളുടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ശ്വാസകോശം, സ്തനങ്ങൾ, പ്രോസ്റ്റേറ്റ്, മെലനോമ, പാൻക്രിയാസ്, തലച്ചോർ എന്നിവയിലെ ക്യാൻസറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റഷ്യൻ വാക്സിൻ കൂടുതൽ നിയന്ത്രണ തടസ്സങ്ങൾ നീക്കുകയാണെങ്കിൽ ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടത്തിൽ അതൊരു പ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല.